പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഈ കാണുന്ന ചേസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ചേസിൻ്റെ അളവ് കാര്യങ്ങൾ അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയത് എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ഈ ഏതൊരു വീഡിയോ ഇടുമ്പോൾ ചേസിൻ്റെ ഡീറ്റെയിൽസ് ഇൻസ്റ്റഗ്രാമിൽ റീൽസൊക്കെ ഇടുമ്പോൾ ചേസ് ഉണ്ടാക്കുന്ന വേണം, ടയർ ഉണ്ടാക്കുന്ന വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോൾ കമൻറ്റ് വരാറുണ്ട്. ഒരുപാട് പേര് കമൻറ്റ് ഇടാറുണ്ട് എങ്ങനെയാണ് ചേസ് അളവ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമെന്ന്. ചേസ് ഉണ്ടാക്കുന്നത് മാത്രമല്ല, അളവാണ് പ്രധാനമായിട്ട് എല്ലാവർക്കും വേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മളെന്തായാലും രണ്ടും ചെയ്യുന്നുണ്ട്, അതായത് അളവും അതുപോലെ തന്നെ എങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ അപ്പോൾ നമുക്ക് ഇത് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൂറിസ്റ്റേഴ്സിന് വേണ്ടി, അതായത് BS6 സെഡ്സ്ത്രക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ബസ് ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാം. ഇത് 13 സെൻറ്റിമീറ്റർ വീതിയിൽ വരുന്ന ബസ്സാണ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചേസ് ചെയ്തിട്ടുള്ളത്. അതായത് ബസ്സിൻ്റെ ബോഡീൻ്റെ വീതി 13 സെൻറ്റിമീറ്റർ വീതി. അപ്പോൾ ആ ഒരളവിൻ്റെ ആ മെഷർമെൻറ്റ് ഓൾറെഡി യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അതായത് ബോഡീൻ്റെ അളവ്, അതായത് വിൻഡോ, സൈഡ് വിൻഡോ കാര്യങ്ങൾ, സൈഡിൻ്റെ ഫ്രണ്ടിൻ്റെ ബാക്കിൻ്റെ എല്ലാം ബോഡി മെഷർമെൻറ്റ്സ് ഓൾറെഡി യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ലേറ്റസ്റ്റ് വീഡിയോ അതല്ല, ലേറ്റസ്റ്റ് വീഡിയോൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോ, ലാസ്റ്റത്തെ തൊട്ട് മുന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ ഒരു 19 മിനിറ്റ് വീഡിയോ ഇത് അറിഞ്ഞാൽ എല്ലാം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടൊരു തംബ്നെയിൽ ഇട്ടിട്ടുള്ളൊരു വീഡിയോ. പ്രത്യേകിച്ച് അതിൽ മെഷർമെൻറ്റ് ഞാൻ എവിടെയും തംബ്നെയിലൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ആ ഒരു ബസ്സിൻ്റെ ഫോട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈസിയായി ഉണ്ടാക്കാമെന്നുള്ളൊരു തംബ്നെയിലിൻ്റെ ഒരു എഴുത്തും ഉണ്ടാവും. ആ ഒരു വീഡിയോ ആണ് കാണേണ്ടത് കേട്ടോ. അപ്പം പ്രത്യേകിച്ച് അതിൽ മെഷർമെൻറ്റ് കാര്യങ്ങളൊന്നും ഞാൻ കൊടുത്തിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ തംബ്നെയിലിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോഡീൻ്റെ അളവൊക്കെ കിട്ടും. സൈഡ് ബോഡിയും ഫ്രണ്ടും ബാക്കെല്ലാം ബോഡീൻ്റെ അളവ് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബസ്സിന് വേണ്ടിയിട്ടുള്ള ചേസിൻ്റെ അളവാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ അളവ് ആദ്യം തന്നെ പറയാം, അതിന് ശേഷം എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടയറിൻ്റെ സൈസ് നോക്കാം. ടയറിൻ്റെ അളവ് ഞാൻ പറഞ്ഞില്ല, ടയറിൻ്റെ അളവ് ഓൾറെഡി ആ ബോഡീൻ്റെ മെഷർമെൻറ്റ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും 5.3 സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു ഡയമീറ്റർ, റേഡിയസ് അല്ല ഡയമീറ്റർ. അതായത് ഈ സെൻറ്ററിലേക്ക് കൂടെ ഒരു ലൈന് വരച്ച് കഴിഞ്ഞാൽ ഈ എൻഡ് തൊട്ടിട്ട് മേലത്തെ എൻഡ് വരെ ഇത് 5.3 സെൻറ്റിമീറ്റർ, അതായത് ഔട്ടർ ഡയമീറ്റർ എന്ന് പറയും. അതായത് മൊത്തം ടയറിൻ്റെ മൊത്തം ഡയമീറ്റർ, റേഡിയസ് അല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം, ഡയമീറ്റർ. അതായത് നമ്മൾ കോമ്പസിൽ എടുക്കേണ്ടത് എന്നാലും ഈ 5.3ൻ്റെ പകുതി വേണം കോമ്പസിൽ എടുക്കാൻ, എന്നിട്ട് വരച്ചാൽ 5.3 കിട്ടും. പിന്നെ ഇന്നർ ഡയമീറ്റർ, അതായത് ഈ ഒരു റിമ്മിൻ്റെ ഭാഗമില്ലേ, ഈ ഒരു കട്ടിങ്, ഇത് 3 സെൻറ്റിമീറ്റർ ഡയമീറ്റർ. അതായത് ഇവിടുന്ന് തൊട്ട് ഈ ഒരു ഇതുണ്ടോ, ഈ വിരലിൻ്റെ ശ്രദ്ധിച്ചാൽ ഈ ഒരളവ് 3 സെൻറ്റിമീറ്റർ. അപ്പം റേഡിയസ് വരിക ഏകദേശം 1.5 സെൻറ്റിമീറ്ററാണ് റേഡിയസ്, അതായത് ഇന്നർ ഡയമീറ്റർ, അതായത് റിമ്മിൻ്റെ. അതുപോലെ തന്നെയാണ് ബേക്കിലും ഈ ഒരു 3 സെൻറ്റിമീറ്ററാണ് ഈ ഒരു റിമ്മിൻ്റെ ഏരിയയെല്ലാം. 3 സെൻറ്റിമീറ്റർ, മൊത്തത്തിൽ 5.3 സെൻറ്റിമീറ്റർ. പിന്നെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത്, അതായത് ഈ ഒരു ഇതുണ്ടോ, ഇത് ഞാൻ വെറുതെ നമ്മൾ ബോഡിയിൽ വെക്കുമ്പം സൈസ്, അതായത് ഹൈറ്റ് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് വെറുതെ വെച്ചൊരു പീസാണ്. അത് കൂടാണ്ട് ഈ ഒരു എൻഡ് തൊട്ട് ഈ ഒരു എൻഡ് വരെ നമുക്ക് നീളം വരുന്നത് ടോട്ടൽ ലെങ്ത്ത്, ചേസിൻ്റെ ആണ്, ബോഡീൻ്റെ അല്ല, ചേസിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 52 സെൻറ്റിമീറ്ററാണ്. ബോഡി ഏകദേശം ഒരു 53 പോയിൻറ്റ് ചില്ലറ ഉണ്ടാവും, ഒരു 54 ഏകദേശം ഉണ്ടാവും. 53.4 ആ ഒരു ഏരിയയിലാണ്. അത് ബോഡീൻ്റെ അളവ് ഈ ഒരു ഇതുണ്ടോ, ഇത് നമ്മൾ തന്നെ ചെയ്തതാണ്. അതായത് ബ്ലൂ പ്രിൻ്റ് നമ്മളല്ല, വിഷ്ണു ബ്രോൻ്റെ ബ്ലൂ പ്രിൻ്റ്. അതായത് വിഷ്ണു ഇവിടെ ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ട്, വിഷ്ണു രജി കടത്തുരുത്തി, ആ ഒരു വിഷ്ണു ബ്രോൻ്റെ ബ്ലൂ പ്രിൻ്റ്. ഇതിൽ മെഷർമെൻറ്റ് ആഡ് ചെയ്തത് ഞാനാണ്. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു ഇതിൻ്റെ ഡോക്യുമെൻ്റ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് പോവാം. ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് കിട്ടേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ സെയിം പേര് തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിനും വരുന്നത്, അതായത് ZB ഓട്ടോക്രാഫ്റ്റ്. അത് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അക്കൗണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു നമ്മളെ സെയിം ലോഗോ ആയിട്ട് അക്കൗണ്ട് ഫസ്റ്റ് തന്നെ. ഇത് ഏതോ ഫേക്ക് അക്കൗണ്ടാണ്, ഇതെല്ലാം ആരുതാണെന്ന് എനിക്കറിയില്ല. ZB ഓട്ടോക്രാറ്റ് ഒഫീഷ്യൽ പോലെ ഏതോനാണെന്ന് എനിക്കറിയില്ല. അത് കുറേ റിപ്പോർട്ടെല്ലാം അടിച്ചാൽ പോയിട്ടില്ല. നമുക്ക് നമ്മളെ ഒറിജിനൽ അക്കൗണ്ട് ഇതാണ് നമ്മളെ ശരിക്കുള്ള അക്കൗണ്ട്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ, അതായത്
ഈ ZB ഓട്ടോക്രാഫ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും 1310 മെമ്പേഴ്സുള്ള. ഇത് ഓൾറെഡി കഴിഞ്ഞ ഏതോ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എന്നാലും അത് കാണാത്ത ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ആ ഒരു ബ്രോഡ്കാസ്റ്റ് ചാനൽ എടുത്തിട്ടാകുമ്പോൾ ഇത് എടുക്കുക, ZB ഓട്ടോക്രാഫ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ താഴോട്ട് വയ്ക്കുമ്പോൾ ഈ ലിങ്ക് കണ്ട, ലിങ്കിൻ്റെ ഒരു ഐക്കൺ കണ്ട, ആ ഒരു ഓപ്ഷൻ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ലിങ്ക് ഇട്ടത് കാണാം. ഇതെല്ലാം യൂട്യൂബ് വീഡിയോൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നതാണ്. പക്ഷേ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ZB ഓട്ടോക്രാഫ്റ്റ് മെഷർമെൻറ്റ് .png കണ്ട താഴെ. അപ്പോൾ അതാണ് ഞാൻ ഇപ്പം കാണിച്ച ആ ഒരു സൈഡ് ഇമേജ്. അത് ഈ രണ്ടും അത് തന്നെ, ഈ മൂന്നും അത് തന്നെയാണെന്ന് തോന്നുന്നു. അത് ലിങ്കിൻ്റെ എന്തോ പ്രശ്നം കൊണ്ട് മാറ്റി ഇടുന്ന. പിന്നെ ഈ 2.7 സെൻറ്റിമീറ്റർ കഴിഞ്ഞാൽ ഡ്രൈവർ സൈഡ് നിങ്ങൾക്ക് കിട്ടും. ബോഡീൻ്റെ ആണ് പറയുന്നത്. ബോഡി സെഡോൺ ആയാലും രണ്ടും സെയിം ആയാലും രണ്ട് സെയിം തന്നെയാണ് ഏകദേശം. അപ്പോൾ ZS ആയാലും സെഡോൺ ആയാലും ആ ഒരു ബോഡീൻ്റെ അളവ് ഇത് മൂന്നും ഒന്ന് തന്നെയാണ്. ഇത് പാസഞ്ചർ സൈഡ് മെഷർമെൻറ്റ് ഇപ്പം ഫോണിൽ കാണിച്ചു തന്നെ. പിന്നെ ഇത് ഡ്രൈവർ സൈഡ് മെഷർമെൻറ്റ്, പിന്നെ മിനിയേച്ചർ ഇതെല്ലാം പിന്നെ യൂട്യൂബിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. പിന്നെ സംഭവം നെറ്റിൻ്റെ റേഞ്ച് പെട്ടെന്ന് പോയിനെ. റേഞ്ച് വന്നേരം പിന്നെ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ എടുക്കണ്ട. അതായത് എക്സ്ട്രാ ആണ്, സോറി സംഭവമില്ല. ഇതില്ലേ, ഇതാണ് ആ സൈഡ് കേട്ടോ. താഴെയുള്ളത് സൈഡ് ZB ഓട്ടോക്രാഫ്റ്റ് മെഷർമെൻറ്റ്, ആ സൈഡ് ഫോട്ടോ പാസഞ്ചർ സൈഡ്. ഇത് സംഭവം ഫ്രണ്ടിൻ്റെ ബ്ലൂ പ്രിൻ്റാണ്. ഞാൻ പെട്ടെന്ന് ഈ പേര് മാത്രം വായിച്ച് വിടുപോയത്. ZS ഫ്രണ്ട് ബ്ലൂ പ്രിൻ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഈ മേലേന്ന് രണ്ടാമത് കാണുന്നത്. അതിൻ്റെ ബേക്കിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഇത്. ഈ 2.7 നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രൈവർ സൈഡ്. അപ്പോൾ ഇത് 4 ഞാനിത് 3 സെയിമാണെന്നാണ് പെട്ടെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ 4 സാധനം ഫ്രണ്ട് ബാക്ക് 2 സൈഡ്. പിന്നെ അത് നിങ്ങൾക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാം. നെറ്റിൻ്റെ ചെറിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ ലിങ്കിലേക്ക് ഡയറക്റ്റ് ക്രോമിലേക്ക് ബ്രൗസറിലേക്ക് തന്നെ പോയിട്ട് ഗൂഗിൾ ഡ്രൈവ് വഴി നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാം. എൻ്റെ ഫോണിൽ നെറ്റിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്, ലോഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ഇതിപ്പം കണ്ട സാധനം വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഡ്രൈവർ സൈഡ്. ഇത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെയാണ് എല്ലാം ഡൗൺലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞ വിഷയം മാറിപ്പോയി. ഇന്നത്തെ വീഡിയോ ചേസിനെ പറ്റിയാണ്. ബാക്കി ചേസിൻ്റെ ഡീറ്റെയിൽസ് അളവ് ഞാൻ പറഞ്ഞുതരാം. ടോട്ടൽ ലെങ്ത്ത് 52 സെൻറ്റിമീറ്ററാണ് വരുന്നത്. പിന്നെ ചേസിൻ്റെ വീതി, അതായത് ഈ ഒരു വീതി വരുന്നത് 4 സെൻറ്റിമീറ്ററാണ്. ഈ ഒരു വീതി ഞാൻ ഫോക്കസ് ആക്കട്ടെ. 4 സെൻറ്റിമീറ്റർ ഇങ്ങോട്ടേക്ക്. പിന്നെ അതുപോലെ തന്നെയാണ് ഫ്രണ്ടിലും 4 സെൻറ്റിമീറ്റർ. പിന്നെ ഇത് ചെറിയൊരു കട്ടിങ് ഇട്ടത് ഇവിടെ നമ്മളെ ബോഡിയിലേക്ക് വെക്കുമ്പോൾ സ്റ്റെപ്പിൻ്റെ ഏരിയ തട്ടുന്നുണ്ട്. അത് നിങ്ങൾ സ്റ്റെപ്പിൻ്റെ ഏരിയ അതിനകത്ത് കുറച്ച് വലുതായി പോയി, അതുകൊണ്ട് തട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഒരു കട്ടിങ് ഇവിടെ കൊടുത്തത്. ശരിക്കും കട്ടിങ് ഒന്നും വേണ്ട, സ്റ്റെപ്പിൻ്റെ ഏരിയ ചെയ്ത് ചെറിയൊരു അളവ് മാറിപ്പോയതുകൊണ്ടാണ് അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തത്. നമുക്ക് പിന്നില്ല ഈ ബേക്ക് ഓവർ ഹാങ് എന്ന് പറയും. അത് ബോഡിക്ക് ശരിക്കും പറയാം, ചേസിനും പറയാമെന്ന് തോന്നുന്നു. ഈ ഒരു വീലിൻ്റെ സെൻറ്റർ ഉണ്ടല്ലേ, ബാക്ക് വീലിൻ്റെ സെൻറ്റർ ടു ചേസിൻ്റെ എൻഡ്, അതായത് ഇവിടുന്ന് തൊട്ടിട്ട് ചേസിൻ്റെ എൻഡ് വരെ 15.5 സെൻറ്റിമീറ്റർ, അതായത് 15.5 സെൻറ്റിമീറ്ററാണ് വരിക. പിന്നെ വീൽ ബേസ് വെച്ചാൽ ഈ വീലിൻ്റെ സെൻറ്ററില്ലേ, ബാക്ക് വീലിൻ്റെ സെൻറ്ററാണ് പറയുന്നത്. ഈ ഒരു സെൻറ്റർ വെച്ചാൽ ഒരു പോയിൻ്റ് ഉണ്ടാവില്ലേ സെൻറ്ററിൻ്റെ, നമ്മുടെ കോമ്പസ് കുത്തിയ ആ ഒരു പോയിൻ്റ്, ആ പോയിൻ്റ് തൊട്ടിട്ട് ഫ്രണ്ടിൻ്റെ ആ ഒരു കറക്റ്റ് സെൻറ്റർ പോയിൻ്റ് വരെ 26.5 സെൻറ്റിമീറ്റർ, അതായത് 26 സെൻറ്റിമീറ്റർ വീൽ ബേസ്. ഇവിടുന്ന് തൊട്ട് ബാക്ക് വീൽ വരെ. പിന്നെ ഫ്രണ്ട് ഈ ഒരു വീലിൻ്റെ സെൻറ്റർ തൊട്ടിട്ട് ഫ്രണ്ട് ഈ നമ്മളെ ചേസ് എൻഡ് ചെയ്യുന്ന വരെ 10 സെൻറ്റിമീറ്ററാണ് ലെങ്ത്ത് വരുന്നത്. അതായത് ഈ ഒരു ഇത് സെൻറ്റർ ടു ഇപ്പുറം ഇവിടെ വരെ 10 സെൻറ്റിമീറ്റർ. 10 ഒരു 9.9 അത് കറക്റ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച ഈ ഒരു ബ്ലൂ പ്രിൻ്റ് ഇല്ലേ, ഇത് നിങ്ങൾ ആദ്യം ബോഡി കട്ട് ചെയ്തതിന് ശേഷം ടയർ ഉണ്ടാക്കാൻ നിന്നാൽ മതി. ടയറല്ല, ഇത് ഒട്ടിക്കാൻ നിന്നാൽ മതി. എന്നാലേ കറക്റ്റ് വീൽ എവിടെയാണ് വരുന്നതെന്ന് തിരിയൂ. കറക്റ്റ് അളവ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 4.5 ഡോറ് പിന്നെ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഇതെല്ലാം ബോഡിയിൽ മാർക്ക് ചെയ്തിട്ട് ഇത് കറക്റ്റ് വരുമ്പോൾ ടയറിൻ്റെ ഏരിയ കിട്ടുമല്ലോ. അതിന് ശേഷം നിങ്ങൾ ചേസിൽ ടയർ ഫിക്സ് ചെയ്താൽ മതി. അതായത് ചെറിയ പോയിൻറ്റിൻ്റെ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ പിന്നെ പ്രശ്നമാവും. അതുകൊണ്ട് എന്തായാലും ബോഡി ആദ്യം ചെയ്തതിന് ശേഷം സൈഡ് മാത്രം ചെയ്താലും മതി. സൈഡ് ബോഡി കട്ട് ചെയ്തതിന് ശേഷം കറക്റ്റ് 2 വീൽ എവിടെയാണ് വരുന്നതെന്ന് നോക്കുക. ചെറിയ പോയിൻ്റെല്ലാം മാറിക്കഴിഞ്ഞാൽ പെടുന്നല്ല, ഒരു ബോറായിരിക്കും. ചെറിയ മാറ്റം തന്നെ ബോറായിരിക്കും. അതുകൊണ്ട് അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക, ബോഡി ചെയ്തതിന് ശേഷം ചെയ്യുക. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചേസിൻ്റെ അളവിൽ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. വീതി 4 സെൻറ്റിമീറ്റർ, ലെങ്ത്ത് 52 സെൻറ്റിമീറ്റർ.
പിന്നെ നമ്മളിതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണാം. 5mm തിക്നെസ് 5mm തിക്നെസ് വരുന്ന ഫോം ഷീറ്റ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ചേസിൻ്റെ ഫ്രെയിം ഉണ്ടാക്കിയത്. ഇത് നമ്മൾ ചേസ് ഉണ്ടാക്കുന്നതിന് നമ്മൾ ഓൾറെഡി എനിക്ക് മിനിഞ്ഞാന്നോ അതിൻ്റെ അപ്പുറം ഒരു ട്രാവലറിൻ്റെ ചേസ് ഉണ്ടാക്കുന്ന ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സെയിം മെത്തേഡ് തന്നെയാണ് ബസ്സിൻ്റെയൊക്കെ വരുമ്പോൾ, പിന്നെ അളവിൽ ചെറിയ മാറ്റം വരുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ബസ്സിൻ്റെ തന്നെ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 5-6 മാസമായിട്ടുണ്ടാവും നമ്മൾ കഴിഞ്ഞ ബസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ചേസ് ഉണ്ടാക്കുന്നത്. അത് അധികം ഡീറ്റെയിൽഡൊന്നും ആയിട്ട് കാണിക്കുന്നില്ല, എന്നാലും ഇട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ മരമായിരുന്നു ഉപയോഗിച്ചത്. ഈ മരത്തിൻ്റെ റീപ്പറോ അങ്ങനെ എന്താ പറയുന്നൊരു പീസില്ലേ, ഇങ്ങനെ ഈ ഒരു തിക്നെസ് തന്നെ നീളത്തിൽ വരുന്നത്. അപ്പോൾ ജനലിൻ്റെ ഒക്കെ ഗ്ലാസിൻ്റെ ഏരിയയിൽ വെക്കുന്ന ആ ഒരു സാധനത്തെ കൊണ്ട് അന്നേരം ആക്കിയത്. ഇതിപ്പം 5mm ഫോം ഷീറ്റ് 2 കട്ട് ചെയ്ത് ഒട്ടിച്ച്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ഈ ഒരു ഇത് വരും. 2 5mm കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുക, അന്നേരം 1 സെൻറ്റിമീറ്റർ വരും. അല്ലെങ്കിൽ മൾട്ടിവുഡ് നല്ല തിക്നെസ് 8mm തിക്നെസ്സുള്ള മൾട്ടിവുഡിൻ്റെ പീസിലുണ്ടെങ്കിൽ അതായാലും മതി. ഇതിപ്പോൾ 2 പീസ് ഒട്ടിക്കണമെന്നേ ഉള്ളൂ. അങ്ങനെയാണ് ഈ ഒരു പീസും എൻഡിലെ പീസും അതുപോലെ തന്നെ ഇപ്പുറം ചെയ്തിട്ടുണ്ട്. ടയറും നമ്മൾ 5mm ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. 5mm 3 പീസ് അതാണ് ഉപയോഗിച്ചത്. എനിക്ക് ഇപ്പം തോന്നുന്നു ഇത് തിക്നെസ് ലേശം കുറഞ്ഞു വരുമോയെന്ന് സംശയമുണ്ട്. അപ്പോൾ അടുത്ത വർക്കിൽ നമുക്ക് നോക്കിയിട്ട് സെറ്റാക്കാം. ഇപ്പം എന്തായാലും 3 പീസ്, അതായത് 1.5 ആയിരിക്കും എന്നാലും ടയറിൻ്റെ തിക്നെസ് വരുന്നത്. പിന്നെ ഫ്രണ്ട് വീൽ റൊട്ടേഷൻ നമ്മൾ ട്രാവലറിൻ്റെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഫ്രണ്ട് വീൽ റൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ട്രാവലറിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ട്രാവലറിൻ്റെ മാത്രമല്ല, ബസ് നമ്മൾ അതേ മെത്തേഡ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ട് PVC പൈപ്പ്, PVC വേണമെന്നില്ല, ഫോം ഷീറ്റ് ആയാലും മതി. PVC പൈപ്പും ഫോം ഷീറ്റൊക്കെ ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് ഫ്രണ്ട് വീൽ റൊട്ടേഷൻ സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഫ്രണ്ട് വീൽ റൊട്ടേഷൻ സിസ്റ്റം എന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുക. ബാക്ക് വീൽ നമ്മൾ പിന്നെ സാധാരണ പോലെ തന്നെ ആ ട്രാവലറിൻ്റെ ചേസ് ഉണ്ടാക്കുന്ന വീഡിയോ, അതായത് ട്രാവലർ മേക്കിംഗ് പാർട്ട് 2 എന്ന് പറഞ്ഞൊരു വീഡിയോ, കഴിഞ്ഞ വീഡിയോ തൊട്ട് മുന്നത്തെ വീഡിയോ, അതിൽ ബാക്ക് വീലിൽ ട്രാവലറിൻ്റെ വീലിൽ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ്. പിന്നെ ഇതിൽ ചെറിയ റിമ്മിലും വ്യത്യാസം വരും. ഇത് റിമ്മ് കട്ട് ചെയ്തിട്ട് ഉള്ളിൽ നമ്മൾ ഈ ഫോം ഷീറ്റിനെ കൊണ്ട് തന്നെ ഒരു റിമ്മും കാര്യങ്ങളെല്ലാം ഡിസ്കെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഡിസ്കല്ല എന്താ പറയാന്നറിയില്ല, റിമ്മ് എന്ന് തന്നെ പറയാം. പിന്നെ ഇത് ചെറിയ ഫോം ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച ഒരു സർക്കിളിൽ ഈ സാധനം കണ്ട, ഇതൊരു ജസ്റ്റ് ഫോം ഷീറ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച്. പിന്നെ ആ സിൽവർ കളർ പെയിൻറ്റും അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ടയറിനുള്ള ചെറിയൊരു വര ഇങ്ങനെ ആ ഒരു എന്താ പറയുക, ടയറിൻ്റെ മാർക്കിങ് വരുന്നില്ലേ, അതെല്ലാം ഇങ്ങനെ സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും ഒരു, അല്ലെങ്കിൽ സ്കെയിൽ തന്നെ, ഞാൻ സ്കെയിൽ കൊണ്ട് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അമർത്തി ഫുള്ള് ഈ വട്ടത്തിൽ എല്ലാ ടയറും അതേപോലെ ചെയ്തെടുക്കുക. പിന്നെ ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലൈൻസ് ഇടാം. ഒരു പീസ് ഇത് ഇപ്പം നമുക്ക് ഓൾറെഡി ഫോം ഷീറ്റിൻ്റെ ആ കട്ടിങ് കാണുന്നുണ്ട് ലൈനൊന്നും, അതുകൊണ്ട് നമ്മൾ പിന്നെ ലൈനൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ഇതിൽ ചേസിൽ സസ്പെൻഷനെല്ലാം ചെയ്യുന്നവരുണ്ട്. നമ്മൾ സസ്പെൻഷനൊന്നും ചെയ്യില്ല, RC ഒന്നും അല്ലല്ലോ, അതുകൊണ്ട് സസ്പെൻഷനൊന്നും അങ്ങനെ ചെയ്യില്ല. ഫിക്സാണ് ഇത് സസ്പെൻഷൻ കാര്യങ്ങളൊന്നുമില്ല, അതിൻ്റെ ആവശ്യം അങ്ങനെ വരുന്നില്ല. RC ആണെങ്കിൽ നമുക്ക് സസ്പെൻഷൻ്റെ എല്ലാം ആവശ്യമുള്ളൂ. ഇതിപ്പോൾ നമ്മൾ അകത്തുനിന്ന് ടേബിളിൽ നിന്നെല്ലാം ഇങ്ങനെ ഉരുട്ടി കളിക്കാൻ ശരിക്കും പറഞ്ഞാൽ സസ്പെൻഷൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് നമ്മൾ ചെയ്യലില്ല. നിങ്ങൾക്ക് സസ്പെൻഷൻ വേണമെന്നുണ്ടെങ്കിൽ സസ്പെൻഷൻ ചെയ്യുന്ന ആരെങ്കിലും യൂട്യൂബ് വീഡിയോ കാണുക. പിന്നെ സിമ്പിളായിട്ട് നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ കറങ്ങുന്നുണ്ട് കേട്ടോ. ചേസ് നല്ല സ്മൂത്തായിട്ട് തന്നെ വർക്കിംഗ് ആകുന്നുണ്ട്. സംഭവം നമ്മൾ ഈ ദൂരെ പോയിട്ടുണ്ട്, അതിനെ ഫിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. വർക്ക് നടന്നുകൊണ്ട് നിൽക്കുന്നതിനായതുകൊണ്ട് ഇത് കണ്ട, ഇതാണ് നമ്മൾ 2 ടയറും ബന്ധിപ്പിക്കുന്ന പീസ്. ഇത് ഈ ഒരു ഹോളിലേക്ക് ഈ ഒരു PVC പൈപ്പിൻ്റെ പീസ് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ഇവിടെ ഒന്ന് ഇതാക്കാനുണ്ട്. അതായത് പൈപ്പ് തിരിച്ച് ഈ ഒരു പൈപ്പല്ല, ഈ PVCൻ്റെ പീസ് തിരിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ പീസ് ഇപ്പുറം ഒട്ടിച്ച് കൊടുക്കേണ്ടതുണ്ട്. ഞാൻ ഒട്ടിക്കുന്നതിനിടയ്ക്ക് വീഡിയോ എടുക്കാൻ വന്നുകൊണ്ട് അതാണ് ഇപ്പോൾ ഇളകിപ്പോയത്. അതും കൂടി ഒട്ടിച്ചാൽ സെറ്റാവും. പിന്നെ നമ്മൾ ചേസിനൊന്നും പെയിൻ്റൊന്നും അടിക്കലൊന്നുമില്ല, ഇങ്ങനെ വെക്കൽ. കാരണം ബസ്സിൻ്റെ അടിയിൽ പോകുന്നതല്ലേ, വെറുതെ പെയിൻ്റ് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ടയറിന് മാത്രമേ നമ്മൾ പെയിൻ്റ് അടിക്കുകയുള്ളൂ. അത് ഈ കണ്ടാൽ തന്നെ മനസ്സിലാവില്ല, ടയറിന് അടിക്കുമ്പോൾ വീഡിയോയെല്ലാം ആയതാണ്. ചേസിന് നമ്മൾ മൊത്തത്തിൽ ബ്ലാക്ക് അടിക്കലില്ല. നമ്മൾ കാര്യമാണ് പറയുന്നത്, ഞാൻ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. അടിക്കുന്നവരുണ്ട്, എല്ലാവരും അടിക്കലുണ്ട്, പക്ഷേ ഞാൻ എന്ത് ചെയ്യില്ല, ബ്ലാക്ക് അടിക്കില്ല. വെറുതെ പെയിൻറ്റ് കളയലെന്നല്ല, അങ്ങനെയല്ല, എന്നാലും അതിൻ്റെ ആവശ്യമില്ലല്ലോ, അടിയിലങ്ങ് പോകുന്നതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യലില്ല. ഇനി പ്രത്യേകം ഓർഡർ തരുന്നവർ കസ്റ്റമേഴ്സ് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. ബ്ലാക്ക് വേണമെന്ന് പറഞ്ഞാൽ ചെയ്യും, പ്രശ്നമൊന്നുമില്ല. വെറുതെ പെയിൻറ്റ് കളയണ്ടല്ലോ വെച്ചിട്ടാണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ ബോഡിയിൽ വെച്ചാൽ ഈ ഒരു ഭാഗം അടിക്കും കേട്ടോ. അതായത് ബോഡി ഫിക്സ് ആക്കിയിട്ടാകുമ്പോൾ ബസ്സിൻ്റെ അടിഭാഗം മൊത്തം ബ്ലാക്ക് കളർ അടിക്കും. അന്നേരം ഈ ഒരു ഏരിയയിലും ബ്ലാക്ക് ആയിരിക്കും, നമ്മൾ നോക്കുമ്പം ബ്ലാക്ക് തന്നെ ആയിരിക്കും. പക്ഷേ ഈ സൈഡെല്ലാം ഉള്ളിലോട്ട് പോകുന്നതുകൊണ്ട് അതൊന്നും കാണൂല. അപ്പോൾ അവിടെയൊന്നും അങ്ങനെ
പെയിൻറ്റ് എത്തൂല. അപ്പോൾ അത്രയാണ് കാര്യങ്ങൾ. ചേസിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാകുന്നതായിരിക്കും. അളവ് പ്രത്യേകിച്ച് അളവ് കാര്യങ്ങളെല്ലാം ഇടാൻ വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. പിന്നെ ഞാൻ ബസ് കാണിച്ചിട്ട് ഒരു മിനിറ്റ്, ബസ് എടുത്തിട്ട് വരാം. ഇപ്പം ഇതാണ് നമ്മളെ ബസ്. പെയിൻറ്റിങ്ങിലേക്ക് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ആയി വരുന്ന ഒരു കണ്ടീഷനിലാണ് ഉള്ളത്. പെയിൻറ്റിങ് ആയില്ല, ചെറിയ ചെറിയ പണികൾ കൂടി ഉണ്ട്. ചേസൊന്നും ഫിക്സ് ആക്കിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഏകദേശം നോക്കിയിട്ട് വെക്കുന്നത്. വർക്കെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ ഫിക്സ് ആക്കും. ഏകദേശം ടയറെല്ലാം ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് ഞാൻ ഇപ്പം തൽക്കാലം ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ ബസ് വരുന്നത്. പുട്ടി വർക്കെല്ലാം കഴിഞ്ഞ് സാൻഡ് എല്ലാം ചെയ്ത് പുട്ടിയെല്ലാം സാൻഡ് ചെയ്ത് നമ്മൾ ജസ്റ്റ് വെറുതെ ഒരു ഓഫ് വൈറ്റ് പെയിൻറ്റ് ഉണ്ടായിന്, ബാക്കി വന്ന പെയിൻറ്റ് ജസ്റ്റ് ഒന്ന് അടിച്ചാണ് ലെവലായിനോന്നെല്ലാം നോക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഈ വൈറ്റ് കാണുന്നത്. ഇനിയിപ്പം പെയിൻറ്റിങ്ങിന് കുറച്ചുകൂടി പണിയുണ്ട്. അതുകൂടി കഴിഞ്ഞിട്ടാകുമ്പോൾ മൊത്തത്തിൽ പെയിൻറ്റിങ്ങിന് വീട് എന്തായാലും ഇടാം, പെയിൻറ്റിങ്ങിന് വീട് ഇടാം. ചെറിയൊരു കുറച്ച് പണികളും കൂടി ബാക്കിയുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ പെയിൻറ്റ് ചെയ്യും. പെയിൻറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഗ്ലാസ്സൊക്കെ ഫിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സൈഡ് ഗ്ലാസ് ചിലപ്പം പെയിൻറ്റിങ്ങിന് മുന്നേ ഫിക്സ് ചെയ്യേണ്ടി വരും. ഫ്രണ്ടും അതുപോലെ തന്നെ ക്യാബിനെല്ലാം നമ്മൾ പെയിൻറ്റിങ്ങിന് ശേഷമാണ് ചെയ്യുക. അപ്പം പെയിൻറ്റിങ്ങിലൊക്കെ ഏകദേശം അടുത്ത് വരുന്നത്. ഫ്രണ്ട് ബോർഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്ത് വരുന്നുണ്ട്. ചെറിയൊരു ടച്ചപ്പ് എല്ലാം ആവശ്യമുണ്ട്. പിന്നെ എൻജിൻ കവർ ഇതെല്ലാം ഇവിടെയെല്ലാം ഒരു ഇളകിയ പോലെ കണ്ട, അത് നമ്മൾ കട്ട് ചെയ്യും. എൻജിൻ കവർ ഈ ലൈന് മൊത്തം അങ്ങോളം കട്ട് ചെയ്യും. ബോണറ്റ് ഫിക്സാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഈ അതുകൊണ്ടാണ് ഇവിടെയെല്ലാം ഇങ്ങനെ എന്തോ പോലെ തോന്നുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് എടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വൃത്തിയില്ലാത്ത പോലെ തോന്നുന്നത്. ബാക്കിയെല്ലാം നമ്മൾ കറക്റ്റായിട്ട് സെൻറ്റർ ഷേപ്പ് തന്നെ ഫ്രണ്ട് കോളം ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തൊരു ബസ് നമ്മൾ ചെയ്യാൻ പ്ലാനല്ല ചെയ്യും എന്തായാലും. അടുത്തൊരു ഓർഡർ വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അന്നേരം നമ്മൾ ഫ്രണ്ട് കോൾ ഉണ്ടാക്കുന്നതെല്ലാം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടീൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ചേസ് ഫിക്സ് ചെയ്തതിന് ശേഷം ബസ് നല്ല സെറ്റപ്പ് തന്നെയാണ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എല്ലാം വീലാർസ് എല്ലാം നമ്മൾ ജസ്റ്റ് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബസ്സിൻ്റെ വിശേഷം ഇതാണ്. ചേസും നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം പ്രത്യേകിച്ച് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു, ചേസിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു വീഡിയോ അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ, നല്ലൊരു വീഡിയോ, അതായത് ഇതുപോലെ വെറുതെ കാണിക്കുന്നതല്ല, ചെയ്യുന്നതന്നെ ഉള്ള വീഡിയോ എന്തെങ്കിലുമായിട്ട് ഇടാം. ഒന്നുകിൽ ട്രാവലറിൻ്റെ ബാക്കി വീഡിയോ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ പെയിൻറ്റിങ് ആയിരിക്കും. ഏതാദ്യം വരുവാന്ന് പറയാൻ പറ്റില്ല. എന്തായാലും അടുത്ത് തന്നെ 2 ദിവസത്തിനുള്ളിൽ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം. അപ്പം പുതിയൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ഓക്കെ, ബൈ.